ഫുട്ബോൾ കേരളത്തിന് അന്യമല്ല. എന്നാൽ കേരള ഫുട്ബോളിൻ്റെ പാരമ്പര്യവും പ്രതാപവും അതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തികളെയും ഇന്നുള്ളവർക്ക് അറിയണമെന്നില്ല. കേരള ഫുട്ബോളിൻ്റെ മുതൽക്കൂട്ടുകളായ ആ വ്യക്തികളെയും അവരുടെ അനുഭവങ്ങളെയും നിങ്ങളുടെ ലേവലിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ബ്ലാസ്റ്റേഴ്സ് സലൂൺ. അതിൻ്റെ തുടക്കമായി ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് കേരള സ്റ്റേറ്റ് ടീമിന് വേണ്ടി നാഷണൽ ടീമിന് വേണ്ടിയിട്ടും ഗോൾ വലയം കാത്ത പ്രിയപ്പെട്ട KP സേതുമാധവൻ സാറാണ്. വെൽക്കം ടു ദ ഷോ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല സാറിനെ പറ്റിയോ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഫുട്ബോൾ കളിക്കാരെ പറ്റി. അപ്പം സാറിന് ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് സാറ് എവിടെയാണ് ജനിച്ചതും സാറിൻ്റെ പേരൻസ് എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ സാർ പഠിച്ചത് എവിടേക്കാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നാണ്. എൻ്റെ സ്വദേശം കോഴിക്കോടാണ്. എൻ്റെ അച്ഛൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലെ സബ് ഡിവിഷണൽ ഓഫീസറായിരുന്നു. ഞങ്ങൾ 5 പേരാണ്. എൻ്റെ മൂത്ത 2 ബ്രദേഴ്സ്, 2 സിസ്റ്റേഴ്സ് കഴിഞ്ഞ് അവസാനത്തെ ആളാണ് ഞാൻ, 5ാമത്തെ ആൾ. എൻ്റെ ബ്രദർ വന്ന് വേണുഗോപാൽ എന്ന് പറയും, പുള്ളിക്കാരൻ പോൾ വാൾട്ടറായിരുന്നു. നാഷണൽ ലെവലിലൊക്കെ 3rd 4th വന്നപ്പോഴാണ് പോൾ വാൾട്ടറായിരുന്നു. അതിൻ്റെ പിന്തുണച്ച് ഞങ്ങളും അതിന് എൻ്റെ വേറൊരു ബ്രദറും പുള്ളിക്കാരനും ഇത് ചെയ്യുമായിരുന്നു, പോൾ വാൾട്ടർ. ഞാനും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫാമിലി അന്ന് ഫുട്ബോൾ അല്ലാണ്ട് വേറെ ഒരു കളിയും ഞങ്ങൾക്ക് അറിയില്ല. കാരണം വേറൊരു കളിയും നമുക്ക് കളിക്കാൻ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. കാരണം അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല. ഇപ്പോൾ ഫുട്ബോൾ എല്ലാവരും ജീവിതത്തിനും തുടക്കം ഫുട്ബോൾ കളിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. 60കളിൽ എൻ്റെ ഫുട്ബോൾ ജീവിതം തുടങ്ങുന്നത്. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കളിക്കുന്ന ഫുട്ബോൾ കളിക്കും. അപ്പോൾ ഒരു സ്പോർട്സ് കുടുംബമെന്ന് പറയാം. സ്പോർട്സിൻ്റെ നല്ല ബന്ധമുണ്ടാവും. ഞാൻ പറഞ്ഞ പറ്റി സ്പോർട്സിന് അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ഫുട്ബോളിലേക്ക് തിരിഞ്ഞത്. അത് ആ തിരിയാനുള്ള കാരണം എന്താ? കാര്യം ഈ 60കളിൽ ഞാൻ കളിക്കുന്ന സമയത്ത് ഈ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കാൻ എല്ലാവരും മടിക്കും. കാരണം വെച്ചാൽ കളി അറിയാത്ത പ്ലെയറെ ഞാൻ പിടിച്ച് ഗോൾ പോസ്റ്റിൽ നിർത്തുക. ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും ഓടിക്കളിക്കണം എന്നുള്ളൊരു ആ ചിന്താഗതി കൂടിയാണ് വരുന്നത്. അപ്പോൾ അവരെ പിടിച്ച് പോസ്റ്റ് നിർത്തുമ്പോൾ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ടേൺ ബൈ ടേൺ ഓരോരുത്തർ പിടിച്ച് മാറ്റി നിർത്തും. അങ്ങനെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഫിസിക്കൽ ഡയറക്ടർ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കുറച്ചാൾ വിളിച്ച് പറഞ്ഞു, നാളെ സന്തോഷ് ട്രോഫി ഇവിടെ 61 നടക്കാൻ സന്തോഷ് ട്രോഫിക്ക് വേണ്ടി കുറച്ച് ബോൾ പിക്കേഴ്സിനെ വേണം, അതിന് പോകാൻ സെലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അതിന് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ കുറേ കുട്ടികളുണ്ട്. എല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങൾ പോകാൻ മാർഷ് വന്നിട്ട് ഒരു 4-5 കുട്ടികളെ അതിൻ്റെ അകത്ത് തിരഞ്ഞെടുത്ത് ഞങ്ങൾ അതിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി സ്റ്റേഡിയത്തിൽ ചെന്നപ്പം ഏകദേശം 100-200 കുട്ടികളവിടെ വന്നിട്ടുണ്ട്. അത് സെലക്ടറായിട്ട് 2 പേരുണ്ടായിരുന്നു. ഒന്ന് ചിദാനന്ദൻ, മാസുവേട്ടൻ എന്ന് പറഞ്ഞ 2 പേര് മാത്രമായിരുന്നു. അങ്ങനെ ആ സെലക്ഷൻ വന്നപ്പം ഞാൻ ബോൾ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ അന്നും ഈ പറഞ്ഞ മാതിരി ഗോൾ കീപ്പർ നിൽക്കാൻ ആ ഒരുത്തൻ മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ. ഞാൻ എൻ്റെ എന്തോ എന്താ പറയുക, ഒരു നിമിത്തമായി ഞാൻ പറഞ്ഞു ഞാൻ ഗോൾ പോസ്റ്റിൽ നിന്നോളാം. എന്താ ഒന്നും അറിയില്ല, ഗോൾ പോസ്റ്റ് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോൾ പോസ്റ്റിൽ നിന്നു. അവർ ടീം എടുത്തു, 22 പേരെടുത്തു. അതിൽ ഞാൻ ഗോൾ കീപ്പറായിരുന്നു. അങ്ങനെ ഞാൻ ആ ഗോൾ കീപ്പറിലേക്ക് മാറുന്നത്. അതുവരെ ഞാനിങ്ങനെ കളിക്കാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ എൻ്റെ പേരിൻ്റെ ഗോളി സേതു എന്നുള്ള പേരിലേക്ക് ഞാൻ നല്ല പ്രവേശിക്കുകയും പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ജൂനിയർ ടീം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സീനിയർ ടീം. അത് ഞാൻ കാലിക്കറ്റ് ഇതിലേക്ക് വന്നു. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ദേവരി കോളേജിൽ അവിടെയൊക്കെ ആ സമയത്തൊക്കെ ഞങ്ങൾക്കൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ കളിച്ച് വരുമ്പോൾ ഞങ്ങൾ പിന്നീട് പോയി കളിക്കുന്നത് ഞങ്ങൾ സീനിയർ കളിക്കാരുടെ കൂടിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളെക്കാട്ടും സീനിയറായി 3rd ഇയറും 4th ഇയർ ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന സീനിയർ കളിക്കാരുടെ കൂടെ കളിക്കുമ്പോൾ ഞങ്ങൾ ഫുട്ബോൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളിച്ച് അത് കഴിഞ്ഞ് ഞാൻ ജൂനിയർ സ്റ്റേറ്റ് കളിച്ചു. അങ്ങനെ മെല്ലെ ഈ ഗോൾ കീപ്പർ ചെയ്തു എന്നുള്ള ആ പേരിലേക്ക് ഞാൻ അവിടെ ഇതാവുന്നു. അപ്പോൾ പേരൻസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മൾ കളിക്കുന്നതിനെ എന്തെങ്കിലും എൻകറേജ് ചെയ്തിരുന്നോ? അല്ലെങ്കിൽ അവരെ എന്തിനാ ഈ കളിക്കുന്നത്, ഇതുകൊണ്ട് എന്ത് ഗുണം, അങ്ങനെ ആ രീതിയിൽ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയില്ല. കാരണം എൻ്റെ ബ്രദർ വന്ന് ഞാൻ പറഞ്ഞില്ലേ സ്പോർട്സിലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും മറ്റേ 2ാമത്തെ ബ്രദർ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ ലെവലിൽ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ജില്ലയിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ബോൾ വാൾട്ടിന്, ഇന്റർ ഡിസ്ട്രിക്റ്റ് മാച്ചിലൊക്കെ. അപ്പോൾ ആ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ട് പാരൻസ് അതിനെപ്പറ്റി എതിർത്തിട്ടൊന്നുമില്ല. പക്ഷേ പഠിപ്പിന് മുഖ്യം പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് പഠിപ്പ് വിട്ടിട്ട് വേറൊരു ഇതിലേക്കും തിരിയണമെന്നുള്ള ഉദ്ദേശത്തോടെ അവർ അതിനൊരു ഡയറക്ഷൻ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. കോളേജിലൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി പാസ്സാവുന്ന സമയത്ത് ഞാൻ ഈ ജൂനിയർ സ്റ്റേറ്റൊക്കെ കളിച്ചു.
പിന്നീട് ഞാൻ കോളേജിൽ വരികയാണ്. കോളേജിൽ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അന്ന് കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിരുന്നു. ആ കേരള യൂണിവേഴ്സിറ്റിൻ്റെ സെലക്ഷനൊന്നും എനിക്ക് കിട്ടില്ല. അന്ന് സെലക്ഷൻ കിട്ടാൻ കേരള യൂണിവേഴ്സിറ്റിൻ്റെ സെലക്ഷൻ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു. കാരണം ഓൾ കേരള ലെവലിലാണ് സെലക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണ് 68 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത്. 69 കാലഘട്ടത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത്. അന്ന് സെലക്ഷൻ ട്രയൽസ് നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ടീമിലേക്ക് വരും. ഞാനെല്ലാം സെലക്ഷൻ ടീമിലേക്ക് സെലക്ട് ആവും. തീരെ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോം ചെയ്ത് വെറും 90 ദിവസം മാത്രമേ ആയിരുന്നു. അപ്പോൾ ടീമിനെ അയക്കാൻ ഫസ്റ്റ് ടീമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് ടീമാണ് കളിക്കാൻ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അന്ന് ഈ വെറും 4-5 ദിവസത്തെ പ്രാക്ടീസുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം അന്ന് കോച്ചും ഉണ്ട്. അതിൻ്റെ ഭരതൻ സാർ എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ ഡയറക്ടറായിരുന്നു അന്നത്തെ കോച്ചും മാനേജറും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോകണം. അവിടുന്ന് ഞങ്ങൾ അന്നത്തെ പ്രസിദ്ധരായ എല്ലാ ടീമിനെയും തോൽപ്പിച്ച് ചാമ്പ്യൻസ് ആകും. ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ, ചെന്നൈ, മദ്രാസ് യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ തോൽപ്പിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ ഒരു ഭയങ്കര ചരിത്ര വിജയമായിരുന്നത്. വളരെയധികം എന്നെ സംബന്ധിച്ചിടത്തോളം ഗോൾ കീപ്പർ നൽകി എനിക്ക് ഒരുപാട് പ്രസിദ്ധി കിട്ടിയത് കളിയായിരുന്നത്. സാർ ഇപ്പം പൊതുവെ നമുക്കിപ്പം കാലിക്കറ്റിൽ നിന്ന് ട്രിവാൻഡ്രം പോവുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരം യാത്ര ചെയ്യേണ്ട ഒരു തീർച്ചയായും അതിനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കോമഡേഷൻ, ഞങ്ങളൊക്കെ ഫസ്റ്റ് പോയി കളിക്കുന്ന സമയത്ത് യൂത്ത് ഹോസ്റ്റലിൽ ഒരു നിരത്ത കിടന്നുണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ യൂത്ത് ഹോസ്റ്റലിൽ നിരത്ത് കിടന്നിട്ട് ടീം താമസിച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും കളിയിൽ നമ്മൾ എന്താവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല, കളിക്കണം. ആ ഒരു ആഗ്രഹം ഞങ്ങളുടെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് അപ്പം സ്റ്റേറ്റ് ടീമിലേക്ക്? അത് ഈ പറഞ്ഞ വഴി ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ച ഉടനെ എനിക്ക് ഒരുപാട് പ്രസിദ്ധി കിട്ടി. അതിനുകൂടി കേരള 11 എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ടായിരുന്നു. അത് സ്റ്റാഫോർഡ് കപ്പിന് പോകുന്ന സമയത്ത് ഞാനും ആ ടീമിൻ്റെ കൂടെ ഉൾപ്പെട്ടു. പിന്നീട് വരുന്നത് 72 സന്തോഷ് ട്രോഫിയാണ്. അതിനുള്ളിൽ എനിക്ക് പ്രീമിയർ ഓഫർ വരികയാണ്. എൻ്റെ ഡിഗ്രി കാലത്ത് ഞാൻ 1969-70 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ക്യാപ്റ്റനായി പിന്നീട് വന്ന് 72 പ്രീമിയർ ടൈസിൽ ജോയിൻ ചെയ്തു. അവിടുന്നാണ് പിന്നീട് എൻ്റെ വളർച്ച. കാരണം ഫസ്റ്റ് ഞാൻ കളിക്കുന്നത് ഗോവ സന്തോഷ് ട്രോഫിയിലാണ്. അന്നത്തെ അവിടുത്തെ പ്രകടനം കാരണം അന്നും ഈ കേരള ടീം വന്നിട്ട് വളരെ വീക്കായിരുന്നു. എല്ലാം കുറേ ജൂനിയർ പ്ലേയേഴ്സ്, 2-3 സീനിയർ പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു. ആ ടീം പോയി മഹാരാഷ്ട്രനെ തോൽപ്പിക്കുന്നു, ബംഗാളായിട്ട് ഡ്രോ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഗോൾ ആവറേജിൽ തമിഴ്നാട് നമ്മളെ കടന്ന് സെമിഫൈനലിലേക്ക് കളിക്കുന്നു. അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കേരള ടീം ഫൈനൽ വരുന്നു. അവിടുത്തെ അന്നത്തെ എൻ്റെ ഒരു പ്രകടനം കണ്ടിട്ടാണ് എനിക്ക് നേരിട്ട് ജൂനിയർ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ എടുത്തത്. പക്ഷേ ആ യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രത്ത് കളിച്ചതും ഗോവയിൽ സ്റ്റേറ്റിന് വേണ്ടി കളിച്ചത് അതിൽ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കളിയുടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അന്ന് അത്ര വലുതായിട്ടൊരു മാറ്റങ്ങളൊന്നും നമ്മുടെ കാഴ്ചകളുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന മാതിരി കളിക്കാർ സീനിയർ ടീമിലേക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് ടീമിലേക്ക് വരുമ്പോഴേക്കും കുറേ കൂടി മെച്ചോർഡാവും. കളിച്ച് അതിനകത്ത് നിന്നുള്ള ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് അവർക്ക് കുറേ കൂടിയും നല്ല കളിക്കാരനായി തീരാനുള്ള ഒരു ഇതായിട്ടാണ് കളിക്കുന്നത്. അപ്പം സാറിന് എത്ര വയസ്സിലാണ് സാറ് സ്റ്റേറ്റ് ടീമിൽ വന്നത്? സ്റ്റേറ്റ് 20 വയസ്സ് 20-21 വയസ്സായി ടീമിൽ കളിക്കുന്നത്. സോ സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റേറ്റ് കളിക്കാൻ ഒരു എത്ര വയസ്സ് വരുന്നതായിരിക്കും അഭികാമ്യമെന്ന് തോന്നുന്നത് സാറിന്? നമ്മൾ ഈ വയസ്സല്ല കാര്യം, അവൻ്റെ പൊട്ടൻഷ്യൽ, അവൻ്റെ എത്രത്തോളം അവന് കളിക്കാൻ പറ്റുന്ന. ഇപ്പം നമ്മൾ ഉദാഹരണത്തിൻ്റെ പേരെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ 17 വയസ്സ് കളിച്ചു വേൾഡ് കപ്പ് കളിച്ചു പറയുന്നു. അതൊക്കെ നമുക്കിവിടെ ചില കേസിലൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് കളിക്കാനില്ല എന്ന വാസ്തവം. അപ്പോൾ അങ്ങനെയുള്ള കളിക്കാരുണ്ടാവും. ഇപ്പം ബാഴ്സലോണയിൽ കളിക്കുന്ന അവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവനൊക്കെ നല്ലൊരു കളിക്കാരനായി തീർന്നിരിക്കുക, എല്ലാവരും അറിയപ്പെടുന്നൊരു കളിക്കാരനായി തീരുന്നത്. അപ്പം ഏജല്ല അവിടെ, അവൻ്റെ കാലിബർ, അവനെ എങ്ങനെയാണ് തീരുമാനം ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് അവൻ നല്ലൊരു കളിക്കാരനാക്കി തീരുന്നത്. ഇവിടെ 1973 സന്തോഷ് ട്രോഫി കേരള തീർത്തും അണ്ടർ ഡോഗ്സ് ആയിരുന്നു അല്ലേ? അല്ല, അന്നത്തെ ഈ സ്റ്റേറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ടീമും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നമ്മൾ ബംഗാളിനോട് അല്ലെങ്കിൽ മഹാരാഷ്ട്രയോട് ഈവൻ ആന്ധ്ര, കർണാടക, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മുന്നേ മദ്രാസിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ
വിക്ടർ അടങ്ങുന്ന സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. അതിന് മുന്നിലുള്ള പ്രകടനമൊക്കെ വളരെ മോശമായിരുന്നു. 4ഉം 5ഉം ഗോളും എല്ലാം വാങ്ങി ഇരുന്ന ടീമാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ചലനം ഉണ്ടാകുന്നത്. ഈ 73 സന്തോഷ് ട്രോഫി പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ മാതിരി വലിയൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ ടീം വന്ന് സന്തോഷ് ട്രോഫി വിൻ ചെയ്തു. അതിനകത്ത് ഫസ്റ്റ് ഗോൾ കീപ്പർ വിക്ടറായിരുന്നു. വിക്ടർ ഇഞ്ചേർഡ് ആയപ്പോൾ ഞാൻ കളിക്കാൻ ഇറങ്ങി. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ മാച്ച് ഞാൻ ഇഞ്ചേർഡായി പോയിരുന്നു. പിന്നെയാണ് അങ്ങനെ ഗോൾ കീപ്പർ രവി വരുന്നത്. ഗോൾ കീപ്പർ രവിയാണ് പിന്നെ ഭയങ്കര അസാധ്യ പ്രകടനം കാഴ്ചവെച്ച് നമ്മൾ സന്തോഷ് ട്രോഫി വിൻ ചെയ്ത്. ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായ ഒരു ഇഞ്ചുറി ഒരുപാട് ഇഞ്ചുറി. കാരണം അന്ന് സ്ഥിരമായ അല്ല മുൻകാലങ്ങളിലൊക്കെ സ്റ്റേറ്റ് കളിച്ച ഒരുപാട് കളിക്കാർ പുറത്തിരിക്കേണ്ടി വന്നു. അത് പുതിയ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ വർഷം ചാമ്പ്യൻസൊക്കെ ആയിരുന്നു. മറ്റേ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസ് ആയ കൂടി അതിനകത്തുള്ള ഒരുപാട് കളിക്കാർ ഇതിനകത്തേക്ക് വന്നു, യങ്സ് ബ്ലഡ്. അതോടുകൂടി ടീം കുറച്ച് സീനിയർ പ്ലേയേഴ്സും ബാക്കിയെല്ലാം ജൂനിയർ പ്ലേയേഴ്സുമായിട്ടുള്ള ആ ഒരു സെറ്റപ്പിൽ ടീം, അതും നല്ല സൈമൻ സാറൻ എന്നൊരു കോച്ച് ഉണ്ടായിരുന്നു, പ്രകടനൻ്റെ കോച്ച്. ആ കോച്ചിൻ്റെ കീഴിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് നമ്മൾ ജയിക്കുകയും ചെയ്തു. 9 പ്ലെയേഴ്സ് ഇഞ്ചുർഡായി ആ ടൂർണമെൻറ്റിൽ എന്ന് ഞാൻ ഒരിടത്ത് വായിച്ചിരുന്നത്. അത് ആ ഇഞ്ചുറീസ് കൂടാനുള്ള കാരണം ഇഞ്ചുറീസ് കൂടാൻ ഇന്നത്തെ മാതിരി നമുക്ക് ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇപ്പോൾ ഫിസിയോതെറാപ്പിൻ്റെ മറ്റേ നമ്മുടെ കാലിലൊക്കെ വെച്ച് എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ വല്ല ഐസ് പാക്ക് വെക്കുന്നതല്ലാണ്ട് അതിൽ കൂടെ ഒന്നുമില്ല. പിന്നെ ഏതെങ്കിലും വൈദ്യുതി എടുത്ത് പോയി ഒഴിക്കുന്ന അങ്ങനത്തെ സംഗതികളൊക്കെ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ആ ഫ്ലഡ് ലൈറ്റ്സ് കാരണങ്ങൾ കൊണ്ട് ഇഞ്ചുറി ആകാൻ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വലിയ കുട്ടികൾക്ക് പരിക്ക് പറ്റില്ല. കളിക്കുന്നതിന് മുന്നേ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ടീമിൽ കളിക്കുന്ന ഒരുപാട് പേർക്ക് പ്രാക്ടീസ് മാച്ചിൽ ഓരോരുത്തർ പരിക്ക് വന്നു. അപ്പോൾ ഓരോരുത്തർ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗോൾ കീപ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇഞ്ചുറീസ് വന്നതല്ലാണ്ട് ബാക്കിയുള്ള കളിക്കാരെ സംബന്ധിച്ചാലും ഒരുവിധം എല്ലാവരും ഒരേ ഇതിൽ കളിച്ചുകൊണ്ടിരുന്നു. ഹോം ഗ്രൗണ്ട് നമ്മൾ മഹാരാജാസിലാണ്. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം അത്രത്തോളം കാണികളുടെ സപ്പോർട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ വിശ്വസിക്കേണ്ടവരെ ടച്ച് ലൈനിൽ വരെ ആൾക്കാർ ഇരിക്കുകയായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട്. അത്രത്തോളം ആൾക്കാർ. ഇത് ഫ്ലഡ് ലൈറ്റ്സ് വെച്ച് ആദ്യത്തെ സന്തോഷ് ട്രോഫി. ആദ്യത്തെ സന്തോഷ് ട്രോഫി ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ സന്തോഷ് ട്രോഫി ഫ്ലഡ് ലൈറ്റ്സ് ഉള്ളത് നമ്മൾ ജയിക്കുകയും ചെയ്തു അല്ലേ? അതൊരു സാറേ ആ നിമിഷം ആ ഫൈനൽ വിസിൽ മുഴങ്ങുന്ന സാറിൻ്റെ ഒരു ഫീലിംഗ് എന്താണ്? ഒരു ശരിക്കൊരു എക്സ്പ്ലോഷൻ എന്നാണെന്ന് മാറ്റിയിട്ടുണ്ട്. ഗ്രൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് അത്രത്തോളം സപ്പോർട്ടാണ് കാണികൾ കണ്ടുണ്ടായിരുന്നത്. റെയിൽവേ ആയിട്ട് അവർ നമ്മൾ 2 ഗോൾ ലീഡ് ചെയ്യുന്ന അവർ 2 ഇക്വലൈസ് ചെയ്യുന്ന ലാസ്റ്റിൽ ഒരു ഗോൾ നമ്മൾ ജയിക്കുന്ന സമയത്ത് അപ്പം ഞാനെല്ലാം അന്ന് കമൻട്രി ബോക്സിലാണ്. ഇഞ്ചുറി ആയതുകൊണ്ട് ഞാൻ കളിക്കാൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ കമൻട്രി ബോക്സിൽ കമൻട്രി പറയത്തിന് അവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അതിന് മുകളിൽ. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു നമ്മൾക്ക് തന്നെ ഗ്രൗണ്ട് കളി കഴിഞ്ഞാൽ നമ്മൾ വിൻ ചെയ്ത് എല്ലാവരും ഓടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അതിൻ്റെ ഒരു ആഘോഷം വേറെ തന്നെയാണ്. ഒരു അത്ഭുതം എന്താ പറയുക, നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി എന്നുള്ള ഒരു അന്ന് റേഡിയോ കമൻട്രി റേഡിയോ കമൻട്രി ഉണ്ട്. അന്ന് റേഡിയോ കമൻട്രിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എന്താ പറയുക ഓരോരോ പ്ലെയറിൻ്റെ വ്യത്യസ്ത ആംഗിൾ കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ടെക്നോളജി വളർന്നു. ഒരുപാട് വളർന്നുണ്ട്. അന്ന് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ആക്ഷൻ ഫോട്ടോ തന്നെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. ഏതെങ്കിലും ഒരു പേപ്പറിൽ വന്ന് ചെറിയൊരു ഫോട്ടോ വന്നതല്ലാണ്ട് ഈ ഫ്ലഡ് ലൈറ്റ് എടുക്കാമെന്നുള്ള അന്ന് ക്യാമറയിൽ ഫ്ലഡ് ലൈറ്റിൽ മാച്ചസ് എടുക്കാമെന്നുള്ള സംവിധാനത്തിലുള്ള ക്യാമറകളൊന്നും അന്ന് ആരെടുത്തും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നമ്മുടെ ആ ഒരു ടൂർണമെന്റ് കളിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തോന്നിയിരുന്നു നമുക്ക് ചാമ്പ്യൻസ് ആവാൻ പറ്റും എന്തൊക്കെ ഉണ്ടായാലും? ഇത് ആദ്യം നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ കളിച്ച് വരുന്നതോടുകൂടി ടീമിൻ്റെ ഒന്ന് നല്ല സെറ്റായി. അതോടുകൂടി ടീമിന് ചെറിയൊരു കോൺഫിഡൻസ് വന്നിരുന്നു. ജയിക്കാൻ പറ്റുന്നു, ഫൈറ്റ് ചെയ്താൽ ജയിക്കാൻ പറ്റുന്നു. കാരണം അതിന് സീനിയർമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യമായിട്ട് ജാഫർ, വില്യംസ്, മണിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ കളിക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബാക്കി കൂടെ കളിക്കുന്നതൊക്കെ ഒരുവിധം യൂണിവേഴ്സിറ്റി ആ ലെവലിലൊക്കെ കളിച്ചു വരുന്നത്. ഇപ്പോൾ നജിമുദ്ദീൻ എന്നുള്ള കൊല്ലം എന്നുള്ള പ്ലെയർ അവനൊക്കെ ശരിക്കും താരോദയം തന്നെയായിരുന്നു അന്നത്തെ ആ മത്സരത്തിൽ നിന്ന്. സാറിന് ഇപ്പോഴും ആ പ്ലെയേഴ്സുമായിട്ടുള്ള തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ഞങ്ങളെ 50-ാം വർഷത്തിൽ ഞങ്ങൾക്ക് സ്വീകരണം തന്നത് കൊച്ചിൻ കോർപ്പറേഷൻ ഗംഭീരമായ ഒരു സ്വീകരണം തന്നു. മറക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമ്മളെ ഓർക്കുന്നു എന്നുള്ളപ്പം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇത് തന്നെയാണ്. കാരണം കളിക്കാരൻ നല്ല നിലയ്ക്ക് ഞങ്ങൾക്ക് ആ സമയത്ത് എത്രത്തോളം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഞങ്ങളെല്ലാ വേദിയിലും പറയുന്നതാണ്. കാരണം കേരള ഫുട്ബോൾ അസോസിയേഷൻ അന്നത്തെ കാലത്ത് ഞങ്ങളെ ഒന്ന് അത്ര വേണ്ടതായിട്ട് ഒന്നും ഞങ്ങൾക്ക് പാരിതോഷികം അല്ല എന്നൊന്നും തെരുവുണ്ടായിട്ടില്ല.
അതിൻ്റെ എല്ലാം ഫലം അതിനിപ്പോൾ ഈ 50 വർഷം കഴിഞ്ഞ ശേഷം അത് ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ അസോസിയേഷൻ ഭാരവാഹികളൊക്കെ വന്നതോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചു. സാറേ, ഈ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം എന്താ പറയുക, ഈ ഒരു കോച്ച് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അവരുടെ ഒരു പെപ് ടോക്സ് അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതിൻ്റെ ഒരു കളിയെ തന്നെ അവരുടെ ഒരു ഹാഫ് ടൈമിൽ നടന്ന ഒരു അവരുടെ പെപ്ടാക്ക് കൊണ്ട് കളിയുടെ ഇത് തന്നെ മാറ്റിയ എന്തെങ്കിലും? കളിക്കാർ തമ്മിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുക. സാധാരണ കോച്ചാണ് ഇപ്പോൾ പറഞ്ഞ സൈമൺ സാറിനെ പറഞ്ഞ 70 സന്തോഷ് ട്രോഫിയിൽ എങ്ങനെയെല്ലാം കളിക്കണം എന്നുള്ള ഒരു ധാരണ അവരുടെ മറ്റുള്ള ഓപ്പണന്റ് കളിക്കാരൻ്റെ നല്ല ഒബ്സർവ് ചെയ്ത് അവരുടെ ഭാഗത്തുള്ള ഡ്രോബാക്സ് കണ്ടുപിടിച്ച് കളിക്കാൻ കുട്ടികളുടെ ഇടയിൽ ധാരണ. പിന്നെ മറ്റെല്ലാം ആവേശം പെടുത്തുന്നതാണ്. കാരണം കാണികളെ നിരാശപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തനി ആവേശം. ഒരു കാണികൾ ഇപ്പം ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്ക് തന്നെ മഞ്ഞപ്പട വന്ന് അവർ ആർക്ക് വിളിക്കുമ്പോൾ തനിയെ ഒരു കളിക്കാരിലേക്ക് ഒരു എനർജി, പോസിറ്റീവ് എനർജി പോവുകയാണ്. അപ്പോൾ അവർക്ക് ഓടിക്കളിക്കണം. കളിച്ചില്ലെങ്കിൽ നമ്മുടെ കാണികളുടെ മുന്നിൽ വന്നിട്ട് പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുള്ള ഒരു ഫീല് വരും. അപ്പം നമ്മൾ എന്തായാലും ഉണർന്ന് കളിച്ചേ പറ്റും. സാറേ, കളിശൈലിയിൽ അന്നത്തെ 70കളിലെ കളിശൈലിയും ഇന്നത്തെ കളിശൈലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സാറിന് തോന്നുന്നു? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ പുതിയ കളികൾ ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്നുള്ള കളിക്കാറ്. നമ്മൾ അന്നത്തെ കാലത്തും ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കും. പക്ഷേ ഇത്രത്തോളം വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ അകത്തും അത് ശരിക്കും അത്രത്തോളം കളിക്കാനുള്ള കളിക്കാർ വേണം. അതാണ് ഇവിടെ പറയുന്നത്. ഒരു കോച്ച് വിചാരിക്കുന്ന ഒരു കളിക്കാരൻ അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ അതാണ് ആ കോച്ചിനെ നല്ല കോച്ചാക്കുന്നത്. അല്ലാണ്ട് കോച്ചിന് വേറെ ഒന്നും ഒരു കളിക്കാരനെ നല്ല കളിക്കാരൊന്നും ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഈ നാഷണൽ ടീമിലൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യക്കൊക്കെ അതാ പറ്റുന്നത്. ഇന്ത്യയിൽ കളിക്കുന്ന ടീമിനൊക്കെ ഒരു കളിക്കാരുണ്ടെങ്കിൽ ആ കളിക്കാരനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അവനെ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ ആ കളിക്കുന്ന ഒരു കളിക്കാരല്ലേ. നമ്മുടെ അടുത്തുള്ള ഭാഗത്തുള്ള മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും. സാറേ, ഈ 1973 നമ്മൾ സന്തോഷ് ട്രോഫി ജയിക്കുന്നത് കേരള ഫുട്ബോളിൽ ഒരു മാറ്റം സംഭവിച്ചു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ആ 73 ജയിക്കുന്നതിന് മുന്നേയും ജയിച്ചു കഴിഞ്ഞിട്ടും വല്ല വ്യത്യാസം സാറിൻ്റെ അനുഭവത്തിൽ? എൻ്റെ അനുഭവത്തിൽ പറയുന്നത് കേരളത്തിന് ഒരു ലേബിൾ ഉണ്ടായി ഫുട്ബോളിൽ. മറ്റേത് കേരളം വന്ന് 4 ഗോളിൽ തോൽക്കുന്നു, 6 ഗോളിൽ തോൽക്കുന്നു, ഒരു ഗോഹട്ടി നാഷണൽസ് 7 ഗോളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. കേരളം ഒരു ശക്തി പ്രാപിക്കുന്ന അവിടുന്ന് കൂടിയാണ്. 73 സന്തോഷ് ട്രോഫിയോട് കൂടി കേരളത്തിനും പേടിക്കണം എന്നുള്ള ഒരു ഈ ബംഗാൾ, മഹാരാഷ്ട്ര അങ്ങനത്തെ ടീമുകളുടെ ഒപ്പത്തിൽ ഏകദേശം എത്താനുള്ള ഒരു ടീമുമായി വന്നു. അതതിൻ്റെ ഒരു വ്യത്യാസം. അത് കളിക്കാരിലേക്കൊക്കെ പകർന്നിട്ടുണ്ട്. അതിന് പ്രധാന ഒരു ഇതൊക്കെ ഒന്ന് അന്നത്തെ നല്ല ടീമുകളുണ്ടായിരുന്നു. കോച്ചസിനും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം പ്രീമിയർ ടൈസ്, ടൈറ്റാനിയം, FACT, ട്രാൻസ്പോർട്ട്, അങ്ങനെ എല്ലാ ടീമിനും നല്ല ക്രീമായിട്ട് കളിക്കാരെടുത്തിട്ട് കളിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ. കേരളത്തിൽ നല്ല ടീമുകളില്ല, കളിക്കാർ വരുന്നില്ല, കളിക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല കളിക്കാനുള്ളൂ. സാറ് കളിച്ച ആദ്യത്തെ ക്ലബ്ബ് ഏതാണ്? ഞാൻ ഫസ്റ്റ് വന്നിട്ട് അവിടെ കേരള ആദ്യമായിട്ട് ഒരു മാതൃഭൂമി ട്രോഫി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു ടൂർണമെൻറ്റ് നടത്തിയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കളിക്കുന്നത്, ജൂനിയർ ടൂർണമെൻറ്റ്. അത് ആ 2ാമത്തെ വർഷം ഞാനായിരുന്നു ക്യാപ്റ്റൻ. ആ കൊല്ലം ഞങ്ങൾ അവിടെ ജൂനിയർ വിൻ ചെയ്തു മാതൃഭൂമി ട്രോഫി റൈഡേഴ്സ് ക്ലബ്ബ്. പിന്നീട് ഞാൻ ക്ലബ്ബ് മാറി റെയിൽവേയിലേക്ക് വന്നു. പിന്നെ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബ്, അന്നത്തെ കേരളത്തിലെ ഒരു പ്രസിദ്ധമായ ടീമായിരുന്നു. ആ ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ പ്രീമിയർ ടൈസിലേക്ക് ഇറങ്ങി. അതിനിടയിൽ എൻ്റെ പഠിപ്പിനും കാര്യവും ശ്രദ്ധിച്ചിരുന്നു. ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റായി. അപ്പോൾ അതിൻ്റെ കൂടെയാണ് പഠിപ്പും കളിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. കാരണം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നു. പക്ഷേ വീട്ടിൽ പഠിപ്പ് കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം പിടിച്ചതോടുകൂടി അതൊക്കെ പഠിപ്പതിൽ കുറേയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം സാറിന് എന്തെങ്കിലും ഒരു ഡൈലമ ഉണ്ടായിരുന്നു, പഠിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫുട്ബോളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? അന്നത്തെ കാലത്ത് നമ്മളിങ്ങനെ ഈ ലോങ് വിഷനൊന്നും ഇല്ല. നമ്മൾ കളിക്കണം. ആ കളി വിട്ടിട്ട് വേറെ ഇതിലേക്ക് പോകാൻ നമുക്ക് മനസ്സും വരുന്നില്ല. അതാണ് വേറെ സംഭവം. പഠിപ്പും വേണം, കളിയും വേണം. പക്ഷെ പഠിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല ജോലി കിട്ടുള്ളൂ എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കണ്ട് കളി വിട്ടിട്ട് അതിനകത്തേക്ക് കംപ്ലീറ്റ് പഠിപ്പിലേക്ക് മാറാനുള്ള
ഇതും അത്രത്തോളം നമ്മളൊരു ബുദ്ധി ഉള്ള ഒരാളൊന്നായിരുന്നില്ല അന്നത്തെ കാലം. ഈ പ്രീമിയർ ടയർസിലെ സാറിൻ്റെ പെർഫോമൻസിനെ പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? പ്രീമിയർ ടയർസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കുടുംബം വരെയായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഒരുപക്ഷെ കേരളത്തിലെ ഒരു ടീമിനും കിട്ടാത്ത ഒരു ഇതായിരുന്നു ഗ്ലാമർ ടീം ഓഫ് കേരള ആണ് പ്രീമിയർ ടയർസ് സംബന്ധിച്ചത്. കാരണം എല്ലാം യങ്സ്റ്റേഴ്സ്, അതും അതിനകത്ത് 2-3 സീനിയർ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, 3 സീനിയർ പ്ലേയേഴ്സ് ഉണ്ട്. ബാക്കി എല്ലാം ഇതേമാതിരി ഞങ്ങൾ വിക്ടർ, അങ്ങനെ പാർവോസ്, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്, ജൂനിയർ പ്ലേയേഴ്സ്, ഒരുപാട് പ്ലേയേഴ്സ്. ആ പ്ലേയേഴ്സിനെയാണ് അന്നത്തെ കോച്ച് ചെയ്യുന്ന ഒളിമ്പ്യൻ റഹ്മാൻ വരുന്നത്. ഒളിമ്പ്യൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഒന്നുമില്ല അധികം, പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളിലേക്ക് പകർന്നു തന്നുള്ളൂ. അത് ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ മോഡേൺ കോച്ചസിൻ്റെ അടുത്തുള്ള അപ് ടു ഡേറ്റ് ഇതും അല്ലെങ്കിൽ എന്താണ് സ്ട്രാറ്റജി അങ്ങനെയൊന്നുമില്ല. സാറിന് കിട്ടിയ അനുഭവം ഞങ്ങളിലേക്ക് പകർന്നു തന്നു. അത് വെച്ച് ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചു. അതിന് ഏറ്റവും മുഖ്യം പ്രാധാന്യം കൊടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ്സിനാണ്. അപ്പം ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ട് വേറൊരു ഗുണമുണ്ടായി, കളിക്കാൻ ഇഞ്ചുറി കുറഞ്ഞ് ഒരുപാട് കാലം കളിക്കാൻ പറ്റും. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ്. ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാറിന് ഈ കോളേജ് തലത്തിലോ അല്ലെങ്കിൽ സന്തോഷ് ട്രോഫി കളിച്ച സമയത്തോ ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു? ഫിസിക്കൽ ഫിറ്റ്നസ് എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഫുട്ബോളിലൊക്കെ വന്നത് അന്ന് വെറും ഓട്ടം മാത്രമേ ഉള്ളൂ. വേറെ നിങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്ന ടാക്ടിക്കൽ ഡെവലപ്മെൻറ്റോ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റോ അതിനെപ്പറ്റിയൊന്നും ആരും ചിന്തിച്ചിട്ടില്ല. അതൊക്കെ ചെറിയൊക്കെ നമ്മൾ സീനിയർ കളിക്കാൻ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ ആ ടിപ്സ്. ഇപ്പോൾ ഞാനെല്ലാം ഗോൾ കീപ്പർ നടക്കുന്നപ്പോൾ ഞാൻ കാണുന്നത് 19 വയസ്സിലൊക്കെയാണ് ഞാനൊരു കോച്ചിനെ കാണുന്നത്. ഫുട്ബോൾ കോച്ച് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കാണുന്നത് ഒളിമ്പ്യൻ റഹ്മാനാണ്. പിന്നീട് ദേവസിക്കുട്ടി എന്ന് പറഞ്ഞ കോച്ച്, അവരൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കോച്ചിങ് എന്നുള്ള ഗോൾ കീപ്പർ, ഇപ്പം നമുക്ക് ഗോൾ കീപ്പർ ട്രെയിനർ പറഞ്ഞ് പ്രത്യേക ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഗോൾ കീപ്പർ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ഭുതം, ഞാൻ ഒരുപാട് മാച്ചുകളിൽ ഞാനും വിക്ടറും മാറി മാറി കളിക്കാൻ, ഞങ്ങൾ രണ്ടാളും ഇൻ്റർനാഷണൽ ഒരേ ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യാറ് എപ്പോഴും ഗ്രൗണ്ടിൽ. ഈവൻ സ്റ്റേറ്റ് ടീമിൽ വന്നാലും കോച്ചസ് ഞങ്ങൾ രണ്ടുപേരും അവിടെ സൈഡിൽ പോയി പ്രാക്ടീസ് വരും, ഞങ്ങൾ രണ്ടുകൂടെ പ്രാക്ടീസ് ചെയ്യാറ്. അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു? കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഞങ്ങൾ ഹെൽത്തി രണ്ടുപേരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അത് തിരുത്തിക്കൊണ്ടിരാനുള്ള ശ്രമമാണ്. വേറെ ഒന്നുമില്ല, നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് ആരെങ്കിലും പറഞ്ഞു തരാണ്ടാവുള്ളൂ. മറ്റേ ഫോർവേഡ് ഡിഫൻസിലൊക്കെ ഉള്ള ഓരോ കളിക്കാരും ഒന്ന് പറയാനുള്ള അവസരമുണ്ട്. പക്ഷേ ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം ആ നിന്നിട്ടുള്ള ഫീലിംഗ് പറഞ്ഞു തരാൻ ആരുമില്ല. അതാണ് ഇതിൽ വലിയൊരു ഡ്രോപ്പായിട്ട് ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ ഫുട്ബോളർക്ക് സാറിൻ്റെ ഒരു കുറച്ച് വാല്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർക്ക് വേണ്ട ഒരു കുറച്ച് വാല്യൂസ് എന്തൊക്കെയാണ്? ഫുട്ബോൾ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മളതിനെ പ്രൊഫഷണൽ ആയിരിക്കണം. നമ്മളെല്ലാ കാര്യത്തിലും വരും. നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിനാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഫഷണൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കറക്റ്റായിരിക്കണം. അതിൽ തെറ്റ് വരാൻ മിനിമം തെറ്റുകളെ വരാൻ പറ്റും. ഞാനെപ്പോഴും പറയുന്നത് ഈ പറയുന്ന മാതിരി നമ്മുടെ ഇന്ത്യയിൽ വന്ന് അങ്ങനെ ഒരു പ്രൊഫഷണൽസും വന്നിട്ടുണ്ടോ എന്ന് കാര്യത്തിൽ എനിക്ക് സംശയം. കാരണം നമ്മളൊരു കോച്ചിനെ കൊണ്ടുവരുന്നു, ആ ഫോറിൻ കോച്ചിനെ കൊണ്ടുവരുന്നു, ആ കോച്ചിനെ കൊണ്ട് ട്രെയിനിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്ന മാതിരി കളിക്കുന്ന കളിക്കാരെ നമ്മൾ ടീമിൽ വേണം. തീർച്ചയായിട്ടും. അത് കളിക്കാരില്ലാത്തടത്തോളം കാലം അയാൾ പരാജയപ്പെടും, അയാൾക്ക് കളിക്കാൻ പറ്റില്ല. അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ ഒരു ക്വാളിറ്റിയുള്ള പ്രൊഫഷണൽ കളിക്കാർ വേണം. അതിനാണ് ദൗർലഭ്യമുള്ളത് ഭയങ്കരമായിട്ട്. സാറിന് ഇൻ്റർനാഷണൽ കളിച്ചപ്പം ഏതാണ് സാറിൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ഓർമ്മ? എനിക്ക് കളിച്ചൊരു വേദനിക്കുന്ന ഓർമ്മകളെ പറയേണ്ടത്. കാരണം ഞാൻ ആദ്യമായിട്ട് ജൂനിയർ ഇന്ത്യ പോയി കളിച്ചു. ജൂനിയർ ഇന്ത്യ ടെഹ്റാനിൽ വെച്ചിട്ടായിരുന്നു. അന്ന് രണ്ടാമത്തെ മാച്ച് ലെബണനായിരുന്നു. അന്ന് ടീമിനകത്ത് ഞാനാണ് കുറച്ചും കൂടി ഹൈറ്റുള്ള, ബാക്കിയൊക്കെ ഹൈറ്റ് കുറവായിരുന്നു. അന്നത്തെ പ്രസിദ്ധമായ കളിക്കാരായിരുന്നു പ്രസൂൺ ബാനർജി, ഗൗതം സർക്കാർ, അങ്ങനെ ഒരുപാട്, അർജിന്ദർ സിംഗ്, ഷബീർ അലി, അങ്ങനത്തെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിരുന്നു എല്ലാവരും. പക്ഷേ ലെബണനൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മളെക്കാളും ഫിസിക്കലായിട്ട് ഭയങ്കര വെയിറ്റ് പെട്ടു. അപ്പോൾ രണ്ടാമത്തെ കളിയിൽ ഒരു ക്ലാഷിൽ വന്ന് ഞാൻ ഇഞ്ചുർഡായി പിന്നെ കളിക്കാൻ പറ്റിയില്ല. അന്നല്ല നമ്മളെ അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു വഴി നമുക്ക് അത്ഭുതത്തോടെ നമ്മൾ നോക്കിക്കണ്ടു. ഒരു പക്ഷേ ഇറാൻ വേഴ്സസ് ഇറാഖ് മാച്ച് നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് സ്റ്റേഡിയം, അന്നത്തെ ഇറാൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഷാ ഉള്ള സമയത്താണ്, മറ്റേ 30 അന്ന് കംപ്ലീറ്റ് സ്റ്റേഡിയം ഫുള്ളാണ്. എല്ലാവരും ഇറാൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ആ വിളികൾ കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരിക. അപ്പോൾ ആ വിളിയോടുകൂടി ടീം അസാധ്യമായി കളിക്കുന്നുണ്ട്. അല്ല അന്നത്തെ കളി നമ്മളെ ഇന്ത്യൻ ടീമിനെ കമ്പയർ ചെയ്യാൻ ഒന്നുമില്ലാത്ത സ്ഥിതിയാണ് അന്നൊക്കെ. സാറേ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടോ? ഇന്ത്യക്ക് ഞാൻ ഇന്ത്യൻ 11 ഉണ്ടായിരുന്നു.
അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ. ഇന്ത്യയിൽ സാർ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ 11 എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ടായിരുന്നു, അതിൻ്റെ ക്യാപ്റ്റനൊക്കെ ചെയ്ത് ഞാൻ. ഞങ്ങളൊരു ഹംഗറി ടീമായിട്ടൂടെ ഹംഗറി ടീം ഇവിടെ മാച്ചസിനായിട്ട് വന്നിരുന്നു. അവരായിട്ട് കളിക്കുന്ന കോയമ്പത്തൂർ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അവർ കൊച്ചിയിൽ വന്നപ്പോൾ പ്രീമിയർ ടയർസുമായിട്ട് ഒരു ഗസ്റ്റ്. ഈ മൂന്നിലും ഞാൻ തന്നെയായിരുന്നു ക്യാപ്റ്റൻ. അതൊരു യാദൃശ്ചികമായിട്ട് 3 പേർക്കും ക്യാപ്റ്റനായിട്ട് ഇരുന്നുണ്ടായിരുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? കോയമ്പത്തൂരും കൊച്ചിയും ട്രിവാൻഡ്രത്തെ? കോയമ്പത്തൂരൊക്കെ അന്നത്തെ കാലത്ത് കുറച്ച് നല്ല ചൂടുള്ളായിരുന്നു. ഇപ്പം അന്നമാതിരി കേരളത്തിനുമാതിരി ഒരു ക്ലൈമറ്റ് അല്ല. പക്ഷേ എന്നാലും കളിക്കാൻ നല്ല ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. കാണികളുടെ സപ്പോർട്ട്? കാണികളന്ന് ഈ മാച്ചിലൊക്കെ നല്ല കാണികളുണ്ടായിരുന്നു. ഈ ഇന്ത്യൻ ടീം വേഴ്സസ് ഇന്ത്യൻ 11 വേഴ്സസ് ഹംഗറി ടീം. അവരോടൊന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണാറുണ്ടോ? ഇന്ത്യൻ സൂപ്പർ ലീഗ് മാച്ചസ് ഇതും വരെല്ലാം ഞാൻ കാണാറുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ഒരു നല്ലൊരു പ്ലെയർ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ ആ കൂടി ആദ്യം തട്ടേ ബോൾ ടച്ച് ചെയ്യുമ്പോൾ ഹൈദരാബാദ് 11 കളിച്ച ലിസ്റ്റൺ എന്ന് പറഞ്ഞ പ്ലെയറെ ഞാൻ നോട്ട് ചെയ്തതാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് ലിസ്റ്റൺ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഇന്ത്യൻ ടീമിൽ ഇപ്പോഴത്തെ കളിക്കാരും പണ്ടുള്ള കളിക്കാരും കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പോഴത്തെ കളിക്കാർ അതിന് അടുത്തേ വരില്ല. ഈ പറയുന്ന ഒരു കാലത്ത് ഇന്ത്യൻ ജോൺ പോളഞ്ചേരി, IM വിജയൻ, ബൈച്ചിങ് കൂട്ടിയ അങ്ങനത്തെ കളിക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുതന്നെയാണ് ഇന്ത്യൻ്റെ ഈ ദുരവസ്ഥ എന്ന് പറയുന്നത്. ISL വന്നു, പഴയ എന്ത് പറയുന്നു, ISL വരുമ്പോൾ കോച്ചസ് വരുന്ന സമയത്ത് അവർക്ക് ഉദ്ദേശിക്കുന്ന ടീമിൻ്റെ പെർഫോമൻസ് വരണമെങ്കിൽ അവർ തീർച്ചയായും ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന ഏത് പൊസിഷനിലേക്കാണ്? ഒന്ന് സെൻട്രൽ ഫോർവേഡ്, ഒന്ന് മിഡ്ഫീൽഡർ, ഒന്ന് സ്റ്റോപ്പർ ബാക്ക്. കാരണം ഒന്ന് നമ്മുടെ ടീം ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് അത്. മറ്റുള്ള ഞാനിതുവരെ ISL എനിക്കൊരു റൈറ്റ് എക്സ്ട്രീമിനെ കൊണ്ടുവന്നു, ഇപ്പം റൈറ്റ് എക്സ്ട്രീമിനെ കൊണ്ടുവന്ന് കളിപ്പിച്ചതോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്കിനെ കൊണ്ടുവന്ന് കളിപ്പിച്ചതോ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം വന്ന് സെൻട്രൽ ബാക്ക് ഒരാളുണ്ടാവും, ഹാഫ് ബാക്കിൽ ഒരു പ്ലെയർ ഉണ്ടാവും, ഫോർവേഡിൽ ഒരു പ്ലെയർ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സെൻട്രൽ ഫോർവേഡ് എന്ന് പറയുന്നത് നല്ലൊരു കളിക്കാൻ എൻ്റെ മനസ്സിൽ വന്നത് നോർത്ത് ഈസ്റ്റിന് കഴിഞ്ഞ പ്രാവശ്യം കളിച്ച ഒരു പ്ലെയറിനെത്തോ ആചാർ. വെരി ഗുഡ് സെൻട്രൽ ഫോർവേഡ്, വെരി കണ്ണിങ്. അതുമല്ല ഗോൾ തെസ്റ്റിയാണ്, അതാണ് വേണ്ടത്. ഒരു ഗോൾ സെൻട്രൽ ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഗോൾ തെസ്റ്റ്. നമ്മളതുകൊണ്ടാണ് ഇപ്പോഴും ചൈത്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചൈത്രീനെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരില്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് സെൻട്രൽ ഫോർവേഡ് ഇല്ല. അതേ ഈ അസോസിയേഷൻ്റെ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വലിയൊരു വീഴ്ച. ISL എന്ന് പറഞ്ഞതോടുകൂടി ഫുട്ബോൾ മുഴുവൻ ISL തലയിലിട്ട് അവർ കാണികളായിട്ടിരിക്കുന്ന മാതിരി ഇരിക്കുന്ന ഒരു വിശേഷം വന്നുപോയി. അപ്പോൾ ഈവൻ സന്തോഷ് ട്രോഫിയിൽ ഇവർ ISL ഐ ലീഗ് കളിച്ച് ISL കളിച്ച് കൂട്ടി കളിക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്നു. അങ്ങനെയുള്ള റെസ്ട്രിക്ഷനെ കൊണ്ടുവന്നു കൂടി കളിക്കാർ വരുന്നില്ല, ഇതിനകത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ഈവൻ ഐ ലീഗ് എന്നാണ്, ഐ ലീഗിലും ഇതേമാതിരി ഫോറിൻ പ്ലേയേഴ്സൊക്കെ കളിക്കുന്നത്. ഇതേ പൊസിഷൻ ഞാൻ പറഞ്ഞതിന് വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഈ മിഡ്ഫീൽഡ്, സ്റ്റോപ്പർ ബാക്ക്, മിഡ്ഫീൽഡ്. സാറേ, സാറിൻ്റെ പ്ലേയിങ് കരിയർ കഴിഞ്ഞിട്ട് സാറിൻ്റെ കോച്ചിങ് കരിയറിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാൻ പറ്റും? ഞാനിപ്പോൾ കോച്ചിങ് ഫീൽഡിൽ 45 വർഷമായി. ഞാൻ 79-80 NIS പാസ് ഡിപ്ലോമ കോഴ്സ് പാസ്സായത്, 10 മാസത്തെ ബാംഗ്ലൂരിൽ നിന്നുള്ള കോഴ്സ് പാസ്സായത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ പ്രീമിയർ ടൈസിൽ കളിച്ചു. 82 വരെ IFACയിലാണ് ലാസ്റ്റ് കളിക്കുന്നത്. അതോടെ കളി നിർത്തി. പിന്നെയൊക്കെ എറണാകുളം ഡിസ്ട്രിക്ട് ടീമിൻ്റെ കോച്ചായിരുന്നു 2 വർഷം. ആ വർഷം എറണാകുളം ഡിസ്ട്രിക്ട് ചാമ്പ്യൻസായി. പിന്നെ എൻ്റെ കോച്ച് ഉണ്ടായിരുന്ന റഹ്മാൻക്ക് വന്ന് 83, 84, 85 ആ കാലഘട്ടത്തിൽ റഹ്മാൻക്കായിരുന്നു കോച്ച്. എന്നെ തന്നെ വേണമെന്നാണ് ഞാൻ റഹ്മാൻക്കിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായി. അന്നാണ് ഈ ഒരുപാട് പ്രസിദ്ധരായ കളിക്കാരൊക്കെ റഹ്മാൻക്കിൻ്റെ ഒരു ഷറഫ് അലി, സത്യൻ, മുരുകേഷ് മാത്യു, തോബിയാസ് എന്നുള്ള നിരവധി കളിക്കാർ ആ കേരള ടീമിലേക്ക് കയറി വരുന്നത്. അന്ന് പോലീസ് ടീം ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേരള പോലീസ്, അപ്പോൾ സ്ട്രോങ് നല്ലൊരു ടീമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോച്ചിങ്. പിന്നെ അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് നേവിയിൽ ലിഗ്നൈറ്റ് കോർപ്പറേഷനിൽ പെർമനൻ്റായിട്ട് ഫുട്ബോൾ കോച്ചായിട്ട് ജോയിൻ ചെയ്തത്. പിന്നെ ആ 1985 മുതൽ 2003 വരെ 2004 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ തമിഴ്നാട് ടീമിൻ്റെ സീനിയർ ടീം, ജൂനിയർ ടീം, സബ് ജൂനിയർ ടീം, എല്ലാ ടീമിനെയും അണ്ടർ 21 എല്ലാ ടീമിനെയും നിരവധി തവണ കോച്ച് ചെയ്തു. അതിനിടയിൽ തന്നെ ഞാൻ ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത 2 ഒരു കോച്ചായിട്ട് മലേഷ്യയിൽ പോയിട്ട് ഒരു അറ്റൻഡ് ചെയ്തു 10-15 ദിവസത്തെ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം C ലൈസൻസ് പാസ്സായത് ഞാനാണ്.
അതേമാതിരി തന്നെ എനിക്ക് ഇന്ത്യൻ ടീമിൽ ഞാൻ ശരിക്കും 84 സന്തോഷ് ട്രോഫി ഏഷ്യൻ ഗെയിംസിന് പോകേണ്ടതാണ്. 74 സന്തോഷ് ട്രോഫി ഏഷ്യൻ ഗെയിംസ് ടെഹ്റാനിൽ വെച്ച് നടന്ന് അന്ന് അതിന് മുന്നേ 73 മെർദേക്ക ടൂർണമെൻറ്റ് ടീം പോകുമ്പോൾ അന്ന് ഞാൻ സെക്കൻഡ് ഗോൾ കീപ്പറാണ്. ആദ്യത്തെ ഗോൾ കീപ്പർ മോഹൻ ബാഗിൽ ഒരു ഗോൾ കീപ്പറായിരുന്നു. അവനെ ഞാൻ കളിപ്പിച്ചിട്ടായിരുന്നു. കളി തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ തന്നെ 5 ഗോൾ വാങ്ങിക്കുന്നു. അന്ന് അന്നത്തെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് കിട്ടു സാറായിരുന്നു. കിട്ടു സാറ് സെക്കൻഡ് ഹാഫിൽ എന്നോട് കളിക്കാൻ പറഞ്ഞു. ഞാൻ ആ കളി കളിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഹോങ്കോങ്ങും ഇന്തോനേഷ്യയും ഇതിലൂടെയൊക്കെ ഓരോ ഗോളിനൊക്കെ ഡ്രോ ആയിട്ട് കളി ഞങ്ങൾ ഗോൾ ആവറേജ് ടീം പുറത്തു പോയി ടീം കൂടെ വന്നപ്പോൾ എന്നോട് പറയുന്ന നമ്മുടെ കോച്ച് കിട്ടു സാറ് ഈ ഏഷ്യൻ ഗെയിംസിന് എന്തായാലും പോകുമെന്ന് പറഞ്ഞു. സാറ് കേരളത്തിൽ സാറിൻ്റെ കോച്ചിങ് മോസ്റ്റ്ലി തമിഴ്നാടാണ്. അപ്പം കേരളത്തിലോട്ട് വരാൻ താല്പര്യമില്ലാന്നിട്ടാണോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തതാണ്? നമ്മൾ കളിക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമ്പത്തികം വലിയൊരു പ്രശ്നമാണ്. നമ്മൾ വെറും കളിയിൽ കിട്ടി നടന്ന നമ്മൾ പ്രൊഫഷണൽ ഞങ്ങൾ കളിച്ച ഒരു ഇതിന് ഇന്ത്യയിലെ എല്ലാ ടൂർണമെൻറ്റും കളിച്ചു. അതിനകത്ത് ഞങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ശൂന്യ. ഞങ്ങൾ പ്രീമിയം ടയേഴ്സിൽ നിന്ന് കിട്ടുന്ന സാലറി മാത്രമാണ് ഞങ്ങളെ ഇത്. വേറെ അഡീഷണലായിട്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, കിട്ടുമെന്ന് വരില്ല. അത് തരാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവരെ ഭാഗത്തുനിന്നുണ്ടാവും. അത് വേറൊരു കാര്യം. അപ്പം അന്നത്തെ ആ ഒരു സാമ്പത്തിക കാര്യങ്ങളും ഇന്നത്തെ മണി കാര്യങ്ങളും വളരെ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം അതിനെപ്പറ്റി സാറിന് എന്താണ് അത്? ഈ കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അവർക്കും വന്നിട്ട് ഇപ്പം അവർ ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ലാഭമില്ലാണ്ട് അവർ ഇതിനകത്തേക്ക് പുറപ്പെടില്ല. അങ്ങനത്തെ ചിന്താഗതി വന്നു. ഇപ്പം ഞങ്ങളുടെ കാലത്ത് ചിന്തിക്കുന്നത് എങ്ങനെയും കളിക്ക് പോകണം, അല്ലാണ്ട് ഇതിൽ എന്ത് കിട്ടുമെന്ന് ആലോചിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളതല്ല. നമ്മൾ കളിച്ച് വന്നാൽ കയറി കഴിഞ്ഞാൽ എന്ത് കിട്ടും, എന്ത് തരും. അവരെ കളി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കാട്ടും അവർ എയിം ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എന്താണ് സാറിന് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളുണ്ട് അവരോട് പറയാനുള്ളത്? വളർന്നു വരുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ അത് നല്ല ഡയറക്ഷനല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും വിചാരിക്കും കുട്ടികളെ വന്നിട്ട് കളി അറിയാത്തവന് പഠിപ്പിക്കുക എന്നുള്ളത്. അതല്ല ഫുട്ബോൾ നല്ല കളി അറിയുന്ന കുട്ടികൾ ബേസിക്കായിട്ട് ടെക്നിക്സ് അവർ മനസ്സിലാക്കി അത് അവരെ മനസ്സിൽ തരണം, ഒരു ഹാബിറ്റാവണം. ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് അവന് ധൈര്യപൂർവ്വം അവർക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാക്കുന്ന ഈ ടെക്നിക്സാണ്. ആ ടെക്നിക്സ് പെർഫെക്റ്റ് ആവാത്ത ഒരു കാരണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോച്ചസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. കളിക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, പക്ഷേ കോച്ചസിനെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ABC എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തെ ഇന്ത്യയിലെ തന്നെ ഇപ്പം നമ്മൾ നോക്കിയാൽ A ലൈസൻസ് കോച്ചസ് എത്ര ടീമിനുണ്ട്? ഇപ്പോൾ ഒരാണ് ഇന്ത്യൻ ടീമിനൊരു കോച്ച് വന്നാൽ ജാംഷഡ്പൂരിൻ്റെ കളി, പിന്നെ വേറെ പിന്നെ ഹൈദരാബാദ് 11 ഇപ്പോൾ ലാസ്റ്റ് അങ്ങനെ ഒരു മലയാളി കോച്ച് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം ആരും എത്ര A ലൈസൻസ് കോച്ചസ് ഉണ്ട്? എന്തുകൊണ്ട് അവർക്കൊന്നും അവസരം കിട്ടുന്നില്ല? കാരണം അവരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് ഏൽപ്പിക്കാൻ അവർക്ക് ധൈര്യമില്ല. ക്ലബ്ബുകളിൽ നിന്ന് ഫുട്ബോൾ ടീമിനെ ഇറക്കുന്നത് അവർക്ക് ഇതിൻ്റെ റിസൾട്ട് വേണം. ആ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി വേണം. ആ കപ്പാസിറ്റിയുള്ള കോച്ചസിന് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സാറേ ഇപ്പോഴത്തെ ഇപ്പം 1973 സന്തോഷ് ട്രോഫി ജയം കേരള ഫുട്ബോളിനെ മാറ്റിമറിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 2000 ഒക്കെ കഴിയുമ്പോൾ വളരെ ഒരു എന്താ പറയുക നല്ല ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നത് 2014. അപ്പം എന്ത് മാറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ഫുട്ബോളിൽ കൊണ്ടുവന്നത്? നമ്മൾ കേരളത്തിലെ ഫുട്ബോൾ ചരിത്രത്തിൽ നോക്കിയാൽ എപ്പോഴെല്ലാം കേരളത്തിൽ നല്ല ഫുട്ബോൾ ടീമുകളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 73 സന്തോഷ് ട്രോഫി വിൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി പ്രീമിയം ടയേഴ്സ്, FACT, ടൈറ്റാനിയം, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്. പിന്നീട് വന്നത് പോലീസാണ്. കേരള പോലീസ് വന്നപ്പം അതിനകത്തുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് അവർ സമ്പന്നമായിരുന്നു കേരള ടീമുകൾ. അപ്പം നല്ല പെർഫോമൻസ്. പിന്നീട് വന്നത് SBT ആണ്. ഇപ്പം അങ്ങനത്തെ ടീമുകളില്ല. അപ്പോൾ അതോടുകൂടി ടീമിലേക്ക് നല്ല കളിക്കാരെ കിട്ടുന്നില്ല. അതൊരു വലിയൊരു ഡ്രോബാക്കാണ്. നമ്മൾ ഫുട്ബോൾ വളർത്തണമെങ്കിൽ കളിക്കാർക്ക് അവർക്കൊരു സുരക്ഷിതം വേണം. കളിച്ച് കിടന്നാൽ ഇപ്പം ഇത് പഴയമാരില്ല. എല്ലാ കുട്ടികളുടെ മനസ്സിൽ, എൻ്റെ പാരൻസിൻ്റെ മനസ്സിൽ എൻ്റെ മോന് ഇതാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവർക്ക് ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത്
അവർ വന്ന് പഠിപ്പിനെ വിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താവും, സ്റ്റേറ്റ് കളിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ഡ്രോബാക്സ് അവർ മനസ്സിലെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. റിട്ടയർമെന്റ് ലൈഫിനെ പറ്റി ഒന്നും പറയാം? റിട്ടയർമെന്റ് ലൈഫ് ഞാൻ 2004 അവിടുന്ന് VRS എടുത്ത് വന്നതാണ്. നേവിയൽ ലിഗ്നൈറ്റ് കോർപ്പറേഷന് VRS എടുത്ത് വന്നു. പിന്നീട് 2 വർഷത്തോളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഫുട്ബോൾ കോച്ചായിരുന്നു. പിന്നീട് ഞാൻ കാലിക്കറ്റ് തന്നെ ഒരു ഡിസ്ട്രിക്ട് ടീമിനെ ക്ലബ്ബ് ഉണ്ടായിരുന്നു, തന്നെ കോച്ച് ചെയ്തു. എൻ്റെ 2 കുട്ടികളാണ്, മോളും മോനും. 2 പേരും MBA ഒക്കെ കഴിഞ്ഞ് ഒരാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, PWC എന്ന് പറഞ്ഞിട്ട് പവർ വാട്ടർ കൂപ്പർ, അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നു. മകൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ മദ്രാസിൽ വർക്ക് ചെയ്തിരിക്കുന്നു. ഞാനും വൈഫും മാത്രം. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ അകത്ത് ഈ ബ്ലാസ്റ്റേഴ്സ് മാറ്റം, അത് തീർച്ചയായും വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ISL എന്ന് പറയുന്നത് ഇല്ലായിരുന്നില്ലെങ്കിൽ അത് ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെ വട്ടപ്പൂജയാക്കി. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്ത് മാറ്റമാണ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്? അതേപോലെ ഇപ്പം ഇത് അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ മാത്രം വിചാരിച്ചാൽ ഒരു മാറ്റം ഉണ്ടാവില്ല, എല്ലാവരിലും വരണം മാറ്റം. അപ്പം അത് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഈ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇപ്പം ഈ ISL നടക്കുന്നു, അതിന് എത്രത്തോളം അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അവരെ ഭാഗത്തുണ്ട്, അവരെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്, അതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് കംപ്ലീറ്റ് അവരുടെ അടുത്ത് എന്തോ ഒഴിഞ്ഞ വരും ISL. അതിനോട് ഇപ്പോഴാണ് ഒന്നുകൂടി ഐ ലീഗ് കുറച്ചും കൂടി ഒന്നുകൂടി ഇതായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഐ ലീഗ് കംപ്ലീറ്റ് ഷാറ്റേഡ് ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഐ ലീഗും എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ ടീമുകളൊക്കെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരൊരു ഫോഴ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നന്നായി പോകുമായിരുന്നു. ഇതിന് അവരുടെ ഭാഗത്തൊന്നുമില്ല, അവർക്ക് കാശ് കിട്ടിയാൽ മതി. ISL നടക്കുന്നു, അതിൻ്റെ സ്പോൺസേഴ്സിന് ഇത്ര രൂപ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കിട്ടണം, അതന്നെ. പക്ഷേ തിരിച്ച് അവർക്ക് ആ ക്ലബ്ബുകൾക്ക് നിങ്ങൾക്ക് എങ്ങനെ സഹായം ചെയ്യാൻ പറ്റും, പല നിലക്കും സഹായം ചെയ്യാൻ പറ്റും. ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ അസോസിയേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്കായിട്ടുള്ള ഗ്രൗണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള എല്ലാം കൂടി എടുത്തിട്ട് അതിനൊക്കെ ഒരു വീക്ക്നെസ്സാണ്. ഇതിപ്പം ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കൊച്ചി നടത്തുന്നു, എത്രത്തോളം ജനങ്ങൾ വരുന്ന കളിയാണ്, എവിടെ നിന്നെല്ലാം വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ റവന്യൂ അല്ലേ, കോർപ്പറേഷന് റവന്യൂ അല്ലേ. ആ റവന്യൂവിന് ഈ ഫുട്ബോൾ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ആ ക്ലബിനെല്ലാം ചെയ്തു കൊടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പം മദ്രാസിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഈ പറഞ്ഞ മാതിരി ഇവിടെ കേരളത്തിലൊന്നും ഇത്രത്തോളം ഫാൻസ് തന്നെ ഉണ്ട്. അവിടെ മദ്രാസിൽ തമിഴ്നാട്ടിലൊന്നും അത്ര ഫാൻസ് ഒന്നുമില്ല, കുറച്ച് കൂട്ടർ വരുന്നുണ്ടെന്നല്ലേ. ഇത്രത്തോളം ഒരു ആർജവുള്ള ഒരു ഫാൻസ് ഇവിടെയില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി സാർ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയുടെ ഹിയറിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ എന്താണ് സാറിന് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇന്ത്യൻ ഫുട്ബോൾ വളരണമെങ്കിൽ നമുക്ക് കളിക്കാർ വേണം. ഫുട്ബോൾ വളരണമെങ്കിൽ കളിക്കാർ വേണം, നല്ല ക്വാളിറ്റിയുള്ള കളിക്കാർ വേണം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, വെറും ഈസ്റ്റേൺ സോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട്. കേരളത്തിൽ നിന്നൊക്കെയുള്ള കളിക്കാർ പോകുന്നുണ്ടെങ്കിൽ കേരളത്തിൽ കുറച്ച് പേര് മാത്രമേ കളിക്കുന്നുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ കളിക്കുന്നുള്ളൂ. മറ്റുള്ള നോർത്ത് ഈസ്റ്റിൽ നിന്ന് അവർക്ക് സർവൈവൽ അവിടുത്തെ പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം പഠിപ്പ് വളരെ മോശമാണ്. പിന്നെ അതിൽ അവരുടെ കാലാവസ്ഥ, അവിടുത്തെ ഇതില്ല, അവർക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. ആ ഒരു സർവൈവൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അവർ എല്ലാ വിധവും. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഞാൻ നോക്കിയത് ഏകദേശം 100ഓളം കളിക്കാർ ഈസ്റ്റേൺ സൈഡിലുണ്ട് എല്ലാ ടീമിനും കൂടെ. അതാണ് കാരണം. അത് വെച്ചാൽ അവർ വന്നിട്ട് ഒരു കളിക്കാരൻ പോകുന്നു, അവൻ പിന്നെ പ്രൊഫഷണൽ ലീഗ് കളിക്കുന്നു, അവന് കാശ് സമ്പാദിക്കും, മറ്റുള്ള പാരൻസ് അവന് സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെ കളിക്കണം. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. നമ്മളെ വന്നിട്ട് അതൊരു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ വന്ന് ഭയങ്കര കളിക്കും. നമ്മളെല്ലാവരും കളിക്കാരെക്കാളും നല്ല കളിക്കാരാണ് ഈ സോണിൽ ഇല്ലുന്നില്ല. പക്ഷേ വെരി ഹാർഡ് വർക്കിംഗ് പ്ലേയേഴ്സ്, വെരി ഹാർഡ് വർക്കിംഗ്. നമ്മളിവിടുത്തെ എല്ലാ കളിക്കാരുടെ ആറ്റിറ്റ്യൂഡല്ല, അവരൊരു ഡിറ്റർമിനേഷൻ ഉണ്ട് അവരുടെ മനസ്സിൽ. അതൊരു നമ്മളെ കാലത്തിൽ ടൈം വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ജീവിത സാഹചര്യം അതേപോലത്തെയാണ്. ഇവിടുത്തെ ഈ നമ്മുടെ എസ്പെഷ്യലി കോട്ടയം ഭാഗത്തൊക്കെ കുന്നും ചരിവുകളും അങ്ങനെയുള്ള ഒരു ജീവിതം. ഞാൻ വായിച്ചത് ചില പ്ലേയേഴ്സ്, ചില അവിടുത്തെ ആൾക്കാർ 2-3 കുന്ന് ചുമട് താങ്ങിക്കൊണ്ടാണ് അവർ പോകുന്നത്. അതാണ് സംഭവം.
കാരണം അവരെ ഒരു വീട് ഒരു മലേൻ്റെ മുകളിലായിരിക്കും. അവിടുന്ന് എന്തെങ്കിലും സാധനം മേടിക്കാൻ ഇവരെ ഓടുന്നത് എവിടേക്ക് താഴത്തേക്ക്. അവിടെയൊന്നും കടകളൊന്നും ഉണ്ടാവില്ല. സ്കൂൾ പോകുന്നത് ഞാൻ തന്നെ സിക്കിമിൽ ടീമിനെ കൊണ്ട്, തമിഴ്നാട് ടീമിന്, സ്റ്റേറ്റ് ടീമിനെ കൊണ്ട് പോയി കളിക്കാൻ വേണ്ടി പോകും. ഞാൻ തന്നെ ഒരു സ്റ്റെപ്പ് കയറിപ്പോയി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് കയറിപ്പോയി 100 സ്റ്റെപ്പുകളുണ്ടാവും. ആ സ്റ്റെപ്പിൻ്റെ മേലെ കൂടെ ലേഡീസ് വിറകും കൊണ്ട് കയറുന്നു. ഞാനൊക്കെ നിന്ന് കാണാൻ വരെ ഒരു പോകുന്നത് കണ്ടു. കാരണം അവരെ സ്ട്രോങ് ആണ്. ആർട്ടിൻ്റെ മസിലും ഇതൊക്കെ നല്ല സ്ട്രോങ് ആണ്. അവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കത് ഇതുപോലെ നമ്മൾ നോക്കി നിൽക്കുക. അവന്മാർ കുട്ടികൾ അവർ ഈ ഈസ്റ്റേൺ സോണിൽ വരുന്ന കളിക്കാർ വിടില്ല. ഒരു നീറുമാതിരി ശരിക്കും നമ്മൾ പറയും ഭാഷയിൽ പറഞ്ഞത് അവർ കളി വളരെ വലിയൊന്നും കളിയൊന്നുമില്ല. ഇപ്പോൾ ആരാ നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം ആകാൻ ചെത്രിയുണ്ട്. ചെത്രി അവൻ യു പിയിൽ എവിടെയാണ് താമസം. അതെ, ബാക്കി അത് മുന്നേ തന്നെ ബൈച്ചിങ് കൂട്ടിയാണ്. ബൈച്ചിങ് കൂട്ടിയാനെ പറ്റും ഭയങ്കര ക്വാളിറ്റിയുള്ള പ്ലെയറാണ് IMBC. പക്ഷെ IMBCനെ കുറിച്ച് ബൈച്ചിങ് കൂട്ടിയ ഫേമസായി. അതൊക്കെ ഉണ്ട് സാർ. ഇപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം സാറിൻ്റെ അനുഭവങ്ങളും സാറിൻ്റെ അറിവുകളും നമുക്ക് വേണ്ടി പങ്കുവെച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു സംരംഭം ഈ നമ്മളെ ഫാൻസിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു ഇതുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയതിന് വളരെയധികം നന്ദി. ഞങ്ങളെ അധികം വെച്ച് ഇതിനെ വിളിച്ചതിന് നന്ദി പറയുകയാണ്.